Hey everyone, I'm your human. രംബൻ സൂര്യ 44 അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. രംബൻ മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന സിനിമകളിൽ വന്നിരുന്ന ഒരു ഫിലിമാണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ് രംബൻ. ബട്ട് ഈ മൂവിനെ പറ്റി അടുത്തെങ്കിലും ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായില്ല. കാരണം ഈ മൂവിയിൽ നിന്ന് മോഹൻലാൽ പിന്മാറുക എന്ന് പറഞ്ഞ പല അപ്ഡേറ്റ്സും വന്നിട്ടുണ്ടായി. ജോജു ജോർജിന് വെച്ച് ഈ ഫിലിം എടുക്കാൻ പോവുകയാണെന്നും പലതരത്തിലുള്ള റൂമേഴ്സ് ഉണ്ടായി. ബട്ട് അതിനെയൊക്കെ തട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ലാലേട്ടൻ തന്നെയായിരിക്കും രംബനിൽ വരാൻ പോകുന്നത്. മൂവിയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വർക്ക്സ് ഒക്കെ ഇപ്പോൾ തന്നെ ക്രൂ മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ മൂവിയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഡിലേ ആവും. കാരണം ഈ മൂവിക്ക് മുമ്പ് വേറെ കുറച്ച് പ്രൊജക്റ്റും കൂടി ലാലേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് ലൈക്ക് എമ്പുരാൻ, L360 ആൻഡ് റാം, സത്യനന്ദിക്കാടിൻ്റെ ഒരു മൂവി. ഇതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഈ മൂവിയുടെ അതായത് രംബൻ മൂവി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇത്രയും ഡിലേ വരുന്നത് കൊണ്ട് തന്നെ ഈ മൂവി നടക്കുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന പല കൺഫ്യൂഷൻസും ഉണ്ട്. ആൻഡ് ലെറ്റ് വാച്ച്. തങ്കലാൻ പാരഞ്ജിത്താൻ്റെ ചിയാൻ വിക്രം കോമ്പോയിൽ ഒരുങ്ങുന്ന സിനിമയാണ് തങ്കലാൻ. അപ്പോൾ ഈ പടത്തിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ട്രെയിലർ അപ്ഡേറ്റ് ആണ്. സോ ചിയാൻ വിക്രത്തിൻ്റെ മോസ്റ്റ് അവൈറ്റഡ് മൂവി ആയിട്ടുള്ള തങ്കലാൻ്റെ ട്രെയിലർ പുറത്തു വരാൻ പോകുന്നത് July 8 ആൻഡ് തങ്കലാൻ മൂവിയിൽ ചിയാൻ വിക്രം വരുന്നത് ഒരു ട്രൈബൽ ലീഡറായിട്ടാണ്. അതായത് ബ്രിട്ടീഷുകാർ കാട്ടുവാസികളുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ആ ഗോൾഡ് മൈനിങ് സ്ഥലത്തെ തട്ടിയെടുക്കാൻ വരുന്നതാണ് ഈ പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മിനിറ്റ് 12 സെക്കൻഡാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു മേക്ക് ഓവർ തന്നെ ഈ പടത്തിന് വേണ്ടി ചിയാൻ വിക്രം എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ 2 അതായത് ശങ്കർ കമൽഹാസൻ കോമ്പോയിൽ വരുന്ന ഇന്ത്യൻ ഫസ്റ്റിന്റെ പ്രീക്വൽ പാർട്ടാണ് ഇന്ത്യൻ 2. പടത്തിന്റെ ട്രെയിലർ ഈ അടുത്തിടെ ഇറങ്ങിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഒരു സ്വീകരണം ആയിരുന്നില്ല. ഇത് വേണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് ഇപ്പോഴും ഓഡിയൻസ്. അതിന് കാരണം തന്നെ ഈ പടത്തിന്റെ ടൈം ഗ്യാപ്പ് ആണ്. അതായത് 1996 ഇറങ്ങിയ പടമാണ് ഇന്ത്യൻ. സോ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് 2024. ആൻഡ് ഈ 30 വർഷ ഗ്യാപ്പിലും മെയിൻ ക്യാരക്ടറായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ സേനാപതി തന്നെയാണ്. അതാണ് ഓഡിയൻസിന് ഈ പടം അല്ലെങ്കിൽ ഈ ട്രെയിലർ അത്ര രീതിയിൽ ഡൈജസ്റ്റ് ആവാത്ത. ഇനി പടം വരണം, എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ. ആൻഡ് ഇന്ത്യൻ 2 മൂവിയുടെ സെൻസറിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ UA സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂവിയുടെ മൊത്തം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂർ 4 സെക്കൻഡാണ്. അപ്പോൾ വേൾഡ് വൈൽഡ് ആയിട്ട് പടം July 12 എത്തും. അപ്പോൾ കാണാം. സൂര്യ 44 അതായത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അതുപോലെ തന്നെ ലോകേഷ് കനകരാജ് കോമ്പോയിൽ വരുന്ന പടമാണ് കൂലി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടം LCU ബാനറിൽ വരുന്ന ഒരു സിനിമയല്ല. അപ്പോൾ കൂലി മൂവിയുടെ ഷൂട്ടിംഗ് അങ്ങനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു. ഇന്നത്തെ ഈ ഷെഡ്യൂളിൽ ശ്രുതി ഹാസനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ 3 to 4 ഡേയ്സ് ആയിരിക്കും ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞാൽ ടീം നേരെ വരുന്നത്, അതായത് അടുത്ത ആഴ്ച ടീം വരുന്നത് ചെന്നൈയിലേക്കാണ്.